ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയിലക്കറിയാണ്. അയില വറ്റിച്ചത്, കറിയില്ലാതെ വറ്റിച്ചതാണ്. പിന്നെ അതിന് വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നത്. കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകമാണ്, പിന്നെ ഉലുവ, തക്കാളി, ചെറിയൊരു സവാള, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിൽ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അതേപോലെ എണ്ണ, നല്ല ഫ്രഷ് ചെറിയ അയിലയല്ല, ഇടത്തരം ഒരു അയില മീൻ കൊണ്ടാണ് കറി വെക്കാൻ പോകുന്നത്. അതുപോലെ പിന്നെ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഉലുവ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാനൊക്കെ. എന്നാലും ഞാൻ എൻ്റേതായൊരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത്. ആദ്യം സ്റ്റവ് വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയോ? ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി സാധനങ്ങൾ ടേസ്റ്റായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഞാൻ ഒറ്റക്കാണ് ഫോൺ പിടിച്ചിട്ട്, അതുകൊണ്ട് ഇളകുന്നൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതിലേക്ക് ഞാൻ കടുക് സാധാരണ എല്ലാവരും ഇടാറുണ്ട്, പക്ഷേ നമ്മൾ മലപ്പുറത്ത് അധികം അങ്ങനെ കടുക് ഉപയോഗിക്കാറില്ല. ഞാൻ ഉലുവ ഇടാണ് ഇതിലേക്ക്. കടുക് പൊട്ടി വന്നതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ജീരകം ഇത് ഞാൻ ചതച്ച് എടുത്തിട്ടാണുള്ളത്. അത് എണ്ണയിലേക്ക് ഇടാം. എണ്ണ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. സവാളയും ഇതൊക്കെ വഴന്ന് വരുമ്പോൾ ശരിയായിക്കോളും. വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് സവാള, അതേപോലെ തന്നെ തക്കാളി. സവാള വഴന്നിട്ടൊന്നുമല്ല ഞാൻ തക്കാളി ഇടുന്നത്, തക്കാളി ഒരുമിച്ച് തന്നെ ഇടുന്നുണ്ട്. രണ്ടും ഒപ്പം വഴന്ന് വരുമല്ലോ. പിന്നെ അതിലേക്ക് ഞാനൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്.
എരിവ് എങ്ങനെയാണോ അതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങളെടുത്തോളി. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നു, ഉപ്പ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം അതിലേക്ക് ഇട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. നിങ്ങൾ എന്ത് കറികൾ ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നതായിരിക്കാം. എണ്ണയിൽ തന്നെ ഈ പൊടികളൊക്കെ വറുത്തിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലിടുമ്പോൾ ഒരു കറിക്ക് വേറൊരു ടേസ്റ്റും അതേപോലെ ഒരു കുറുക്കവും നമുക്ക് കിട്ടും. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ കറി നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. കറി ഒന്ന് തിളച്ചിട്ട് നേരത്തെ ഉപ്പിട്ടതാണ്. ഉപ്പ് നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് കറി ഒന്ന് തിളച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം അതിലേക്ക്. കറി നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. നന്നായി മീൻ ഒരു 10 മിനിറ്റ് നമുക്ക് കാണാം. അപ്പോൾ കറിയൊക്കെ നന്നായി വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി. ഉണ്ടാക്കുന്നതാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യമായിട്ടാണ്, എല്ലാവരും ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ശരിയാക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ എല്ലാവരും ഒന്ന് ഓർക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.